അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 15 വെള്ളിയാഴ്ച. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെയും എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 10 സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. 21 ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ MLAമാർ സത്യപ്രതിജ്ഞ ചെയ്യും. സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ UDF കക്ഷി നേതാവ് VD സതീശനെ ക്ഷണിച്ചു. സർക്കാർ രൂപീകരിക്കാൻ അവകാശമുന്നയിച്ച് സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും AICC സെക്രട്ടറി ദീപദാസ് മുൻഷിയും അടക്കമുള്ള നേതാക്കൾ ലോക്ഭവനിൽ എത്തിയിരുന്നു. UDF മന്ത്രിസഭയിൽ 5 മന്ത്രിസ്ഥാനം വേണമെന്ന് മുസ്ലിം ലീഗ്. 2 മന്ത്രി പദവി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ആവശ്യപ്പെട്ടു. ആരെല്ലാം മന്ത്രിമാരാകണമെന്നും ഏതെല്ലാം വകുപ്പുകൾ നൽകണമെന്നും അടക്കമുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും നാളെയുമായി പൂർത്തിയാക്കാനാണ് പരിപാടി. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ LDF പ്രഖ്യാപിച്ചു. CPM സംസ്ഥാന കമ്മിറ്റിയാണ് കക്ഷി നേതാവായി പിണറായിയെ തെരഞ്ഞെടുത്തത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും 100ഓളം പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകളും വാഹനങ്ങളും തകർന്നു. മരങ്ങൾ കടപുഴകി വീണാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഉത്തർപ്രദേശിലെ ബറേലിയിലുണ്ടായ കൊടുങ്കാറ്റിൽ യുവാവ് പറന്നുപോയി. ബാമിയാന സ്വദേശി നാൻഹെ മിയാൻ പറന്നുപോകുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സർക്കാർ ഓഫീസുകളിൽ ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം നടപ്പാക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ഇന്ധനം ലാഭിക്കാൻ യാത്ര കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതനുസരിച്ചാണ് ഈ തീരുമാനം. സ്വകാര്യ മേഖലയിലും ഇത്തരം മാറ്റങ്ങൾ വേണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിന് രമേശ് ചെന്നിത്തല കടുത്ത അമർഷത്തിൽ. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ചെന്നിത്തല ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയി. മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിലാണ് അദ്ദേഹം. അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ശ്രമിച്ചു. സീനിയോരിറ്റി പരിഗണിക്കാതെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു എന്നാണ് ചെന്നിത്തലയുടെ പരാതി. രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. പുറത്തുവന്ന MLAമാരുടെ പിന്തുണ കണക്കുകൾ യഥാർത്ഥമല്ലെന്നും ദീപദാസ് മുൻഷി വ്യക്തമാക്കി. KC വേണുഗോപാലിന് മനപ്രയാസമില്ല, എല്ലാവരും ഒന്നിച്ചു നിൽക്കും. MLAമാർ ഹൈക്കമാൻഡിനെ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തത്. മന്ത്രിസഭാ രൂപീകരണ വിഷയം ഘടകകക്ഷികളുമായി സംസാരിക്കുമെന്നും അവർ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെയും VM സുധീരനെയും വസതിയിലെത്തി സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ഇരുവരും ഹൈക്കമാൻഡുമായി നടത്തിയ ആശയവിനിമയം സതീശനെ പിന്തുണയ്ക്കുന്നതായിരുന്നെന്നാണ് റിപ്പോർട്ട്. രാത്രി ഉമ്മൻചാണ്ടിയുടെ വസതിയിലും സന്ദർശനം നടത്തി. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ കഴിയാതിരുന്നത് ജീവിതത്തിലെ വലിയ നഷ്ടമാണെന്നും സതീശൻ പറഞ്ഞു. വിഷയങ്ങൾ പഠിക്കാനും വിലയിരുത്താനും ചിട്ടയോടെ അവതരിപ്പിക്കാനുമുള്ള വാക്ചാതുര്യമാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ ഏറ്റവും വലിയ മികവ്. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു. കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയും പിന്നീട് 3 വട്ടം യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറുമായി. അന്ന് MG സർവകലാശാല യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും SFI KC സഖ്യത്തോട് പരാജയപ്പെട്ടു. രാജഗിരി കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായും 1987 MG സർവകലാശാല യൂണിയൻ ചെയർമാനായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2001 മുതൽ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 6 തവണ നിയമസഭാംഗമായി. വളരെ കുറച്ചു മാത്രമാണ് ഉറക്കം. വായിക്കാനും എഴുതാനും സമയം കണ്ടെത്താറുണ്ട്. നടത്തമടക്കമുള്ള വ്യായാമമുണ്ട്. മാമ്പഴ പുളിശ്ശേരിയും മത്സ്യവിഭവങ്ങളുമാണ് ഇഷ്ടം. മുഖ്യമന്ത്രിയാകുന്ന VD സതീശന് പ്രതിമാസം 1,85,000 രൂപ ശമ്പളത്തിന് പുറമെ ഔദ്യോഗിക വസതി, വാഹനങ്ങൾ, ആജീവനാന്ത പെൻഷൻ എന്നിവ ലഭിക്കും.
തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം പ്രകാരം അദ്ദേഹത്തിനും ഭാര്യയ്ക്കും കൂടി 6.69 കോടി രൂപയുടെ ആസ്തിയുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതോടെ കേരളം മുസ്ലിം ലീഗിന്റെ ഭരണത്തിലാകുമെന്ന് ബി.ജെ.പി. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പാണക്കാട് ഹൌസിലാണെന്നും ബി.ജെ.പി. അഭിപ്രായപ്പെട്ടു. യു.ഡി.എഫിന്റെ വിജയശില്പി കെ.സി. വേണുഗോപാലാണെന്നും രമേശ് ചെന്നിത്തല ഭാഗ്യദോഷിയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത തീരുമാനം അംഗീകരിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന് നഷ്ടമായത് അർഹമായ മുഖ്യമന്ത്രി പദവിയാണെന്ന് കർണാടകത്തിലെ മന്ത്രിപത്നി. ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവുവിന്റെ പത്നി തബു റാവുവാണ് ഫേസ്ബുക്കിൽ വൈകാരികമായ കുറിപ്പെഴുതിയത്. കെ.സി. കോൺഗ്രസിലെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചയാളാണ്. അങ്ങനെ ഒരാളെ ചിലർ വെറുക്കുന്നു എന്നത് ദൌർഭാഗ്യകരമാണെന്നും കുറിപ്പിൽ പറയുന്നു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ആശംസയറിയിച്ച് ഷാഫി പറമ്പിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ കടുത്ത വിമർശനവുമായി യു.ഡി.എഫ് അണികൾ. 15,000-ലേറെ കമന്റുകളിൽ ഭൂരിപക്ഷവും ഷാഫി പറമ്പിലിനെ വിമർശിച്ചുള്ളതാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സന്തോഷം പ്രകടിപ്പിച്ച് നടിയും മോഡലുമായ റിനി ആൻ ജോർജ്. എല്ലാവരും കൂടി കുഴിച്ചുമൂടാൻ നോക്കിയ ആൾക്ക് വനവാസമല്ല, ഇനി പട്ടാഭിഷേകമാണെന്ന് റിനി ആൻ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. പത്മനാഭന്റെ മണ്ണിൽ ഇനി തന്റെ ശ്രീ പത്മനാഭൻ വാഴുമെന്നും റിനി കുറിച്ചു. വി ഡി സതീശനെ വനവാസത്തിന് കോന്നിയിലേക്ക് ക്ഷണിച്ച കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ. നിലപാട് തിരുത്തി. കോന്നിയുടെ വനസൗന്ദര്യം പുറം ലോകത്തെ അറിയിക്കുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് ജനീഷ് കുമാർ പറഞ്ഞു. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ പ്രമുഖനായിരുന്ന കെ.സി. വേണുഗോപാൽ പാർട്ടി ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് കേന്ദ്രമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വാദം കേൾക്കൽ പൂർത്തിയായി. കേസ് വിധി പറയാനായി മാറ്റി. മതസ്വാതന്ത്ര്യം, ആചാരം, കോടതി ഇടപെടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയിൽ 16 ദിവസമാണ് വാദം നടന്നത്. ശബരിമലയിൽ യുവതീ പ്രവേശനം പാടില്ലെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാടെടുത്തതെങ്കിൽ ആചാരകാര്യങ്ങളിൽ കോടതി ഇടപെടേണ്ടെന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിന്റേത്. സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കനത്ത മഴയിലും കാറ്റിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനു പിറകെ തൊടുപുഴയിൽ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി ആഹ്ലാദ പ്രകടനം നടത്തിയതിന് ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തു. യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. അന്തസ്സിന് നിരക്കാത്ത പ്രകടനം നടത്തിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി.എം.എ. സലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. സ്വിറ്റ്സർലാൻഡിൽ നടന്ന IMF സമ്മേളനത്തിലാണ് ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുന്നതിനായി 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നതും ഇന്ധന ഉപയോഗവും കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലായി. അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 96-ന് അടുത്തെത്തി.
$1 95.74 ഇന്ത്യൻ രൂപയാണ് മൂല്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നതിൽ സർക്കാർ അമിത അധികാരം ചെലുത്തുന്നത് എന്തിനാണെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിലാണ് ജസ്റ്റിസ് ദീപങ്കർ ദത്ത, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷണം നടത്തിയത്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന സമിതി കമ്മീഷണർമാരെ നിയമിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ മറികടന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കാൻ പാർലമെന്റിൽ നിയമ ഭേദഗതി വരുത്തിയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി ശുപാർശ ചെയ്യുന്ന കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മറ്റ് 22 പേരെയും കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ സിബിഐ നൽകിയ അപ്പീൽ താൻ പരിഗണിക്കില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സ്വർണകാന്ത. ജഡ്ജി പിന്മാറണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതേസമയം തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കെജ്രിവാളിനെതിരെ കോടതിയലക്ഷ്യ നടപടികൾ തുടരുമെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ ക്ഷാമബത്ത 2% വർദ്ധിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും വിരമിച്ച പെൻഷൻകാർക്കും DA 60%. ഖജനാവിന് 1230 കോടിയുടെ അധിക ബാധ്യതയുണ്ടാക്കുന്ന നടപടിയാണിത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പ്രധാനമന്ത്രിയാകുമെന്ന് ജ്യോതിഷി റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ. നരേന്ദ്രമോദിയുടെ ജാതകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് വിജയുടേത്. വിജയ്ക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമില്ല, സ്നേഹം കാരണമാണ് തനിക്ക് പദവി നൽകിയതെന്നും റിക്കി രാധൻ പണ്ഡിറ്റ് പറഞ്ഞു. വിവാദമായതോടെ വെട്രിവേലിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ച ഉത്തരവ് റദ്ദാക്കിയിരുന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3ാം ഘട്ടം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR നടപ്പാക്കുക. സെൻസസ്, കാലാവസ്ഥ എന്നിവ പരിഗണിച്ച് ഹിമാചൽ പ്രദേശ്, ലഡാക്ക്, കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്നീട് പ്രഖ്യാപിക്കും. 3.94 ലക്ഷം ബൂത്ത് ലെവൽ ഓഫീസർമാർ SIRന്റെ ഭാഗമാകും. ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിറകെ തന്റെ വാഹനവ്യൂഹം ഒഴിവാക്കി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 മോട്ടോർ സൈക്കിളിലാണ് അദ്ദേഹം നിയമസഭാ മന്ദിരമായ വിധാൻ ഭവനിലേക്ക് എത്തിയത്. ഒമാൻ തീരത്ത് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ മുങ്ങി. ഗുജറാത്തിൽ നിന്നുള്ള ഹാജി അലി എന്ന ചരക്ക് കപ്പലാണ് ഒമാൻ തീരത്ത് കടലിൽ മുങ്ങിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരെയും ഒമാൻ അധികൃതർ രക്ഷപ്പെടുത്തി. കോവിഡ് ബാധിച്ച് ലോകത്ത് 2.21 കോടിയിലേറെ ആളുകൾ മരിച്ചെന്ന് ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് 2026 റിപ്പോർട്ട്. എന്നാൽ ലോകരാജ്യങ്ങൾ 70 ലക്ഷം പേർ മരിച്ചെന്ന റിപ്പോർട്ടാണ് നൽകിയത്. യഥാർത്ഥ മരണസംഖ്യ ഔദ്യോഗിക കണക്കുകളേക്കാൾ 3 ഇരട്ടിയാണെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. IPLൽ അവസാന ഓവറിലേക്ക് വരെ ആവേശം നീണ്ട പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ തകർത്ത മുംബൈ ഇന്ത്യൻസിന് സീസണിലെ 4ാം ജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുത്തപ്പോൾ 1 പന്ത് ബാക്കി നിർത്തി 4 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യത്തിലെത്തി. 33 പന്തിൽ 75 റൺസുമായി പുറത്താകാതെ നിന്ന തിലക് വർമ്മയുടെ ഇന്നിംഗ്സാണ് മുംബൈക്ക് അവിശ്വസനീയ ജയം സമ്മാനിച്ചത്. 10 പന്തിൽ 25 റൺസുമായി പുറത്താകാതെ നിന്ന വിൽ ജാക്സും 23 പന്തിൽ 48 റൺസ് അടിച്ച റിയാൻ റിക്കിൽട്ടണും മുംബൈ ജയത്തിൽ നിർണായക സംഭാവന നൽകി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.